ഇന്തോനേഷ്യയിൽ സ്റ്റാർലിങ്ക് പദ്ധതിക്ക് തുടക്കമിട്ട് ഇലോൺ മസ്ക്. രാജ്യത്താകമാനം മികച്ച രീതിയിൽ ഇന്റർനെറ്റ് സൗകര്യം ലഭ്യമാക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് സർക്കാരുമായി ചേർന്ന് പദ്ധതിക്ക് തുടക്കമിട്ടതെന്ന് ഇലോൺ മസ്ക് പറഞ്ഞു. ബാലിയിലെ ഡെൻപസറിൽ ചേർന്ന യോഗത്തിലാണ് സ്റ്റാർലിങ്ക് പദ്ധതിക്ക് ഔദ്യോഗികമായി തുടക്കം കുറിച്ചത്. 17,000-ലധികം ദ്വീപുകൾ അടങ്ങുന്ന രാജ്യമാണ് ഇന്തോനേഷ്യ. എന്നാൽ ഇതിൽ പകുതിയിലേറെ പ്രദേശങ്ങളിലും നല്ല രീതിയിൽ ഇന്റർനെറ്റ് ലഭിക്കാത്ത സാഹചര്യം ഉടലെടുക്കാറുണ്ട്. ഇതിന് പരിഹാരമായാണ് മസ്ക് രാജ്യത്ത് സ്റ്റാർലിങ്ക് അവതരിപ്പിക്കുന്നത്. പദ്ധതിക്ക് രാജ്യത്തെ സർക്കാരിന്റെ പൂർണ്ണ പിന്തുണയുമുണ്ട്. രാജ്യത്തിന്റെ വിദൂര പ്രദേശങ്ങളിലെ കമ്മ്യൂണിറ്റി ക്ലിനിക്കുകൾ കേന്ദ്രീകരിച്ചാണ് ആദ്യഘട്ടത്തിൽ സ്റ്റാർലിങ്ക് പ്രവർത്തനം ആരംഭിക്കുക. ബാലിയിലെയും മലുക്കു പ്രവിശ്യയിലെയും ആരോഗ്യ കേന്ദ്രങ്ങളിൽ നേരത്തെ തന്നെ പരീക്ഷണാടിസ്ഥാനത്തിൽ സംവിധാനം ഉപയോഗിച്ചു വന്നിരുന്നു. പരീക്ഷണ ഘട്ടത്തിന് ശേഷം ഈ മാസം അവസാനത്തോടുകൂടി തന്നെ വാണിജ്യാടിസ്ഥാനത്തിൽ സ്റ്റാർലിങ്ക് വ്യാപിപ്പിക്കാനാകുമെന്നും ആദ്യഘട്ടത്തിൽ രാജ്യത്തെ 10,000-ഓളം സർക്കാർ ക്ലിനിക്കുകളിൽ സ്റ്റാർലിങ്ക് സംവിധാനം എത്തിക്കാനാണ് രാജ്യത്തിന്റെ നീക്കമെന്നും ഇന്തോനേഷ്യൻ സർക്കാർ വ്യക്തമാക്കി. ഇന്റർനാഷണൽ ഡെസ്ക്, കേരള വിഷൻ ന്യൂസ്. രാജ്യാന്തര ബഹിരാകാശ നിലയത്തിലേക്ക് യാത്ര ചെയ്യുന്നതിനായി ബോയിംഗ് നിർമ്മിച്ച ബഹിരാകാശ പേടകമായ സ്റ്റാർ ലൈനറിന്റെ വിക്ഷേപണം മാറ്റിവെച്ചതായി നാസ. സാങ്കേതിക തകരാറാണ് നാസ